السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وحده لا نبي بعده والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പരിശുദ്ധ ഖുർആൻ ഷരീഫിലെ വളരെ മഹത്തായ ഒരു അധ്യായമാണ് സൂറത്തു യാസീൻ. ഒരുപാട് മഹത്വങ്ങൾ ആ സൂറത്തിന് ഉണ്ട്. മാത്രമല്ല, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ മനഃപ്പാഠമാക്കി വെച്ച ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. കാരണം ആ സൂറത്തിനെ കുറിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബ്, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്, മനസ്സുണ്ട്, ഹൃദയമുണ്ട്, എല്ലാ വസ്തുക്കൾക്കുമുണ്ട്. ഖൽബുൽ ഖുർആൻ, എന്നാൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് അത് സൂറത്തു യാസീൻ, യാസീൻ സൂറത്താണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൻ്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. ഹൃദയമാണല്ലോ ഏതൊരു വസ്തുവിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അവയവം, അല്ലേ? ഭാഗം ഹൃദയമാണ്. മനുഷ്യരാകുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ഹൃദയമാണ്. അതുണ്ടെങ്കിലേ നമ്മളുള്ളൂ, അല്ലേ? എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ഹൃദയം അത് സൂറത്ത് യാസീനാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മുത്തുനബി തങ്ങൾ തുടർന്ന് പറയുന്നു, വമൻ ഖറഅ യാസീൻ, ഒരാൾ യാസീൻ സൂറത്ത് ഓതിയാൽ കതബല്ലാഹു ലഹു ബിഖിറാഅതിഹാ ഖിറാഅത്തുൽ ഖുർആനി 10 മററാത്ത്. സൂറത്ത് യാസീൻ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഷരീഫ് 10 പ്രാവശ്യം പൂർണ്ണമായി ഓതിയവനെ പോലെയാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനായിട്ട് ഓതിയ പ്രതിഫലം കിട്ടും, അല്ലേ? എന്നാൽ സൂറത്ത് യാസീൻ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അവന് കൊടുക്കുന്ന കൂലി ഖുർആൻ ഷരീഫ് 10 പ്രാവശ്യം ഖത്മ് ചെയ്ത കൂലി അവന് കൊടുക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടുകൂടെ തന്നെ മൻ ഖറഅ യാസീൻ ഫീ യൗമിൻ ഔ ലൈലത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഗുഫിറ ലഹു, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, ഒരു രാവിലെയോ പകലോ അല്ലെങ്കിൽ രാത്രിയോ, ഏത് സമയത്തായാലും വേണ്ടില്ല, ഫീ യൗമിൻ ഔ ലൈലത്തിൻ, പകലോ അല്ലെങ്കിൽ രാത്രിയോ, അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആൻ സൂറത്തു യാസീൻ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ഗുഫിറ ലഹു, അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വമുള്ള, അല്ലെങ്കിൽ അവൻ അറിഞ്ഞിരിക്കേണ്ടുന്ന സൂറത്താണ് സൂറത്തു യാസീൻ. മാത്രമല്ല, ഹബീബായ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ യാസീൻ ഫീ സദ്രിൻ നഹാർ, ആരെങ്കിലും ഒരാൾ പകൽ സമയത്ത്, പകലിൻ്റെ തുടക്കത്തിൽ, ഒരു ദിവസത്തിൻ്റെ പകലിൻ്റെ തുടക്കത്തിൽ ഒരാൾ യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഖുളിയത് ഹവായിജുഹു, അവൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നതാണ്. അവൻ്റെ ഉദ്ദേശങ്ങൾ, അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ ആവശ്യങ്ങൾ അതെല്ലാം അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും, മൻ ഖറഅ യാസീൻ ഹീന യുസ്ബിഹ്, ഒരാൾ പ്രഭാതത്തിൽ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഒരാൾ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ ഉഅ്തിയ യുസ്റ യൗമിഹി ഹത്താ യുംസിയ, അന്നത്തെ ആ ദിവസത്തിൻ്റെ പകൽ സമയത്തുള്ള അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ടല്ലേ? ബിസിനസ് ചെയ്യുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, കച്ചവടം ചെയ്യുന്നവരുണ്ട്, അധ്യാപനം നടത്തുന്നവരുണ്ട്. ഇങ്ങനെ നാമൊക്കെ പല മേഖലകളിലും ഉള്ളവരാണ്. പല ആളുകളും
പല വിഷയങ്ങളും നിറവേറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലേ? എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഒരാൾ പ്രഭാതത്തിൽ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും അവന് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ഏത് പ്രയാസമുള്ള വിഷയമാണെങ്കിലും ഏത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അതൊക്കെ ആ ദിവസം മുഴുവനും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. വമൻ ഖറഅഹ ഫീ സദ്രി ലൈലിഹി ഉഅതിയ യുസ്റ ലൈലതിഹി ഹത്താ യുസ്ബിഹ. ഒരാൾ രാത്രിയുടെ തുടക്കത്തിൽ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ, രാത്രിയുടെ തുടക്കത്തിൽ ഒരാൾ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ ആ രാത്രിയിലുള്ള അവൻ്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ ദിവസത്തിലും രാവിലും പകലും അവൻ പാരായണം ചെയ്യേണ്ടുന്ന വളരെ മഹത്തായ അധ്യായമാണ് സൂറത്ത് യാസീൻ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഏതൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് നാം സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാലും ആ ഉദ്ദേശം നിറവേറുമെന്നും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും എന്നും ആവശ്യമുള്ള ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. സഹോദരങ്ങളെ, അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അതോടുകൂടെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അല്ലെങ്കിൽ മരണമാസന്നമായ ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടും നാം സൂറത്ത് യാസീൻ ഓതണം. നമുക്കറിയാം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ കുടുംബങ്ങളിലോ വീടുകളിലോ ആരെങ്കിലും മരണപ്പെട്ടാൽ അല്ലെങ്കിൽ മരണമാസന്നമായി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സൂറത്ത് യാസീൻ ഓതാറുണ്ട്. നമ്മൾ ഓതേണ്ടവരാണ്. അതിന് വലിയ പ്രതിഫലമുണ്ട് മുത്തുമുഅ്മിനീങ്ങളെ. ഒന്നാമതായി അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ. നിങ്ങളിൽ നിന്ന് മരണമാസന്നമായ ആള് അല്ലെങ്കിൽ മരിച്ചുപോയ ആള്, രണ്ടർത്ഥവുമുണ്ട്, അവരുടെ മേലിൽ നിങ്ങൾ ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാക്കൾ, പിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, നാമുമായി ബന്ധമുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മരണമാസന്നമായി കിടക്കുന്ന രോഗി, അവരുടെയൊക്കെ അടുക്കൽ വെച്ചുകൊണ്ട് നമ്മൾ സൂറത്ത് യാസീൻ ഓതണം. എന്താണ് അതിൻ്റെ കാരണം സഹോദരങ്ങളെ? മാമിൻ മയ്യിത്തിൻ യുഖ്റഉ അലൈഹി യാസീൻ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഒരു മരണമാസന്നമായ ഒരു മയ്യത്തിൻ്റെ, മാമിൻ മയ്യിത്തിൻ യുഖ്റഉ അലൈഹി യാസീൻ, ഒരു മയ്യത്തിൻ്റെ മേൽ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി, അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അത് മാത്രമല്ല, വ അയ്യുമാ മുസ്ലിമിൻ ഖുരിഅ ഇൻദഹു ഇദാ നസല ബിഹി മലക്കുൽ മൗത്ത്. മരണമാസന്നമായ വ്യക്തിയുടെ മേൽ നമ്മൾ സൂറത്ത് യാസീൻ ഓതാറുണ്ടല്ലേ? എന്തിനാണ് നാം അത് ഓതുന്നത്? ഇത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നാം അത് പാരായണം ചെയ്യുക തന്നെ ചെയ്യും. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഏതൊരു മുസ്ലിമുണ്ടോ ഖുരിഅ ഇൻദഹു ഇദാ നസല ബിഹി മലക്കുൽ മൗത്ത്, ആ മുസ്ലിമിൻ്റെ അടുക്കൽ അവൻ്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് ഇറങ്ങി വന്നാൽ ആ സമയത്ത് അവിടെ ഓതി ഖുരിഅ ഇൻദഹു സൂറത്തു യാസീൻ, ആ മരണമാസന്നമായ അസ്റായീൽ വന്നുകൊണ്ട് ആത്മാവിനെ പിടിക്കാനിരിക്കുന്ന ആ സമയം, ആ സക്കറാത്തിന്റെ സമയം, അവിടെ വെച്ചുകൊണ്ട് ഒരു മയ്യത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ പറയുന്നു, നസല ബികുല്ലി ഹർഫിൻ മിൻഹാ, സൂറത്ത് യാസീനിലെ ഓരോ ഹർഫിൻ്റെയും കണക്കനുസരിച്ചുകൊണ്ട്, ഓരോ ഹർഫിൻ്റെയും കണക്കനുസരിച്ചുകൊണ്ട് അശറത്തു അംലാക്ക്, 10 വീതം മലക്കുകൾ അവിടെ ഇറങ്ങുന്നതാണ്. മരണമാസന്നമായ വ്യക്തിയുടെ സമീപത്ത് വെച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഓതിയാൽ ആ യാസീൻ സൂറത്തിലെ ഓരോ ഹർഫിൻ്റെയും കണക്കനുസരിച്ച് കൊണ്ട് 10 വീതം റഹ്മത്തിൻ്റെ മലക്കുകൾ ആ ജനാസയുടെ സമീപം ഇറങ്ങുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്.
ഏറ്റവും കൂടുതൽ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം വേണ്ട സമയം അത് നമ്മുടെ സക്രാത്തിൻ്റെ സമയമാണ്. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധങ്ങളിലോ ആരെങ്കിലും മരിക്കാനിരിക്കുന്ന സമയത്ത് അവിടെ റഹ്മത്തിൻ്റെ മലക്കുകൾ വേണം. അതിന് വേണ്ടത് സൂറത്ത് യാസീൻ അവിടെ പാരായണം ചെയ്യലാണ് സഹോദരങ്ങളെ. ഒരു ഹറഫിന് 10 വീതം മലക്കുകളാണ്, റഹ്മത്തിൻ്റെ മലക്കുകളാണ് ആ ജനാസയുടെ സമീപം ഇറങ്ങുക. യഖൂമൂന ബൈന യദൈഹി സുഫൂഫാ, ആ ജനാസയുടെ അടുക്കൽ ഈ മലക്കുകൾ സഫായിക്കൊണ്ട് ലൈനായിക്കൊണ്ട് നിൽക്കുകയും യുസല്ലൂന അലൈഹി വയസ്തഗ്ഫിറൂന ലഹു, ഈ മലക്കുകളെല്ലാം ഈ ജനാസയ്ക്ക് വേണ്ടി ഈ മയ്യത്തിന് വേണ്ടിയിട്ട് പാപമോചനം തേടുന്നതാണ്. അല്ലാഹുവേ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ മാപ്പ് കൊടുക്കണേ എന്ന് പറഞ്ഞ് ഓരോ മലക്കുകളും ഈ ജനാസയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു ഹർഫിന് 10 വീതം മലക്കുകളാണ്, ആയിരക്കണക്കിന് മാലാകമാര് ആ ജനാസയുടെ സമീപം ഇറങ്ങുന്നതാണ്. എന്നിട്ട് അവരെല്ലാം ഈ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. തീർന്നില്ല, വയശ്ഹദൂന ഗസ്ലഹു, ഈ ജനാസയെ ഈ മയ്യത്തിനെ കുളിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ഈ മയ്യത്തിനെ കുളിപ്പിക്കാനിരിക്കുന്ന സമയത്ത് അവിടെയും ഈ റഹ്മത്തിൻ്റെ മലക്കുകൾ ഒരുമിച്ച് കൂടുന്നതാണ്. ഒരു മയ്യത്തിനെ വീട്ടിൽ നിന്ന് കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് അത് വല്ലാത്തൊരു രംഗമാണ്. ഞാൻ ഖബറിലേക്ക് പോവാനിരിക്കുകയാണ്, അതിൻ്റെ തുടക്കമാണ്. പുതിയാപ്പള വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുന്നോടിയായി ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ മുമ്പ് അവനോട് കുളിച്ച് വൃത്തിയായി കൊണ്ടുവരാൻ പറയാറില്ലേ? അത് അവൻ സ്വയം കുളിക്കലാണെങ്കിൽ ഖബറാകുന്ന വീട്ടിലേക്കൊരു മനുഷ്യൻ യാത്ര പോകുമ്പോൾ അവിടെ അവനെ പുതിയ വസ്ത്രം ധരിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ മുമ്പ് അവനൊന്ന് ഫ്രഷ് ചെയ്യേണ്ടതുണ്ട്, കുളിപ്പിക്കേണ്ടതുണ്ട്. അത് അവന് സ്വന്തം കഴിയില്ലല്ലോ, അതേ മറ്റുള്ളവർ കൂടിക്കൊണ്ടാണല്ലോ അവനെ കുളിപ്പിക്കുന്നത്. ആ രംഗം വല്ലാത്ത രംഗമാണ്. മയ്യത്ത് അത് അറിയുന്ന രംഗമാണ്. ഞാനിതാ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായി, എൻ്റെ കുടുംബങ്ങൾ, എൻ്റെ മക്കൾ, എൻ്റെ അയൽവാസികൾ എന്നെ കൊണ്ടുപോയി കുളിപ്പിക്കാനിരിക്കുന്നു, കുളിപ്പിക്കുകയാണ്. ഇതെല്ലാം അവൻ അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തും അവര് പേടിയില്ലാതിരിക്കാൻ, അവന് വിഷമമില്ലാതിരിക്കാൻ സൂറത്ത് യാസീൻ അവിടെ വെച്ചുകൊണ്ട് ഓതിയിട്ടുണ്ടെങ്കിൽ ഓരോ ഹർഫിൻ്റെയും കണക്കനുസരിച്ച് 10 വീതം മലക്കുകൾ ആ ജനാസന്റെ സമീപത്ത് ഒരുമിച്ച് കൂടുകയും അവനെ കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ അവിടെ അവർ സാക്ഷികളാവുകയും മാത്രമല്ല വയുശയ്യൂന ജനാസതഹു, ആ ജനാസന്റെ കൂടെ ആ മലക്കുകൾ പങ്കെടുക്കുന്നതാണ്. ആ ജനാസയെ വീട്ടിൽ നിന്ന് മയ്യത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഈ കണ്ട മലക്കുകളെല്ലാം ആ ജനാസന്റെ കൂടെ പങ്കാളിത്തം വഹിക്കുന്നതാണ്. നമ്മോട് കൂടെ ജനാസന്റെ കൂടെ മനുഷ്യർ പോകുമ്പോൾ, അവൻ്റെ കൂട്ടുകാര് പോകുമ്പോൾ അതിലേറെ അവൻ്റെ കൂടെ അവന് ദുആ ചെയ്തുകൊണ്ട് അവൻ്റെ മുന്നിലും പിന്നിലും എല്ലാ ഭാഗങ്ങളിലുമായി ആയിരക്കണക്കിന് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുമെന്ന് വരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല വയുസല്ലൂന അലൈഹി, ആ മയ്യത്തിൻ്റെ മേലിൽ ഇവരെല്ലാം നിസ്കരിക്കുകയും ചെയ്യുന്നതാണ്. കഴിവിൻ്റെ പരമാവധി ധാരാളം ആളുകൾ ഒരു ജനാസന്റെ കൂടെ നിസ്കരിക്കണമല്ലേ. 100 ആളൊരു മയ്യത്തിൻ്റെ മേൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന് അത് കാരണം പാപങ്ങൾ പൊറുക്കപ്പെടാനൊക്കെ കാരണമുണ്ടെന്ന് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനാസന്റെ കൂടെ ഈ ആയിരക്കണക്കിന് മലക്കുകൾ അവൻ്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതാണ്. വയശ്ഹദൂന ദഫ്നഹു, മാത്രമല്ല മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ഈ മയ്യത്തിനെ മറവ് ചെയ്യാൻ കൊണ്ടുപോയി ഖബറിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടെയും ഈ ആയിരക്കണക്കുകൾ ആ ഖബറിൻ്റെ സമീപം സാക്ഷിയാകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഏത് മലക്കുകൾ സഹോദരങ്ങളെ,
അതിനെന്താണ് ചെയ്യേണ്ടത്? മരണമാസന്നമായ വ്യക്തി അല്ലെങ്കിൽ ഒരു മരിച്ച മനുഷ്യന്റെ സമീപത്ത് ഒരു മയ്യത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് സൂറത്തു യാസീൻ നമ്മൾ പാരായണം ചെയ്യാം. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ഓരോ ഹർഫിൻ്റെയും കണക്കനുസരിച്ച് കൊണ്ട് റഹ്മത്തിൻ്റെ മലക്കുകൾ, ആയിരക്കണക്കിന് റഹ്മത്തിൻ്റെ മലക്കുകൾ ആ ജനാസിൻ്റെ സമീപം ഇറങ്ങുകയും അവന് ദുആ ചെയ്യുകയും അവൻ്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുകയും മാത്രമല്ല അവനെ മറവ് ചെയ്യുന്ന സമീപത്ത് വരെ ഈ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതിന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓതണം. അപ്പോൾ നമ്മുടെ അടുക്കൽ വെച്ചുകൊണ്ട് അല്ലേ, ആരാണ് നാം മരിക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കൽ ആരുണ്ടാകും, ആരൊക്കെ നമുക്ക് ഖുർആൻ ഓതാനുണ്ടാകും നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹു അതിന് പറ്റുന്ന മക്കളെ ബന്ധങ്ങൾ നമുക്ക് നൽകട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, ഒരാൾ ഒരു മഖ്ബറയിൽ പ്രവേശിച്ചു. സൂറത്ത് യാസീന്റെ മഹത്വം നോക്കണം, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ മൻ ദഖലൽ മഖ്ബറ, ഒരാൾ ഒരു മഖ്ബറയിൽ പ്രവേശിച്ചു. മുസ്ലിമീങ്ങളെ മറവ് ചെയ്ത മഖ്ബറയിൽ ഒരാൾ പ്രവേശിച്ചു. ഫഖറഅ സൂറത്ത് യാസീൻ, ആ മഖ്ബറയിൽ വെച്ചുകൊണ്ട് ഒരാൾ സൂറത്ത് യാസീൻ അങ്ങ് ഓതിക്കഴിഞ്ഞാൽ, ആ മഖ്ബറയിൽ വെച്ചുകൊണ്ട് ഒരാൾ സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ ഖഫഫൽ അദാബ അൻ അഹ്ലിഹാ, ആ ഓതിയ വ്യക്തിയുടെ കുടുംബങ്ങൾ ആരൊക്കെയുണ്ടോ ആ മഖ്ബറയിൽ ആരെല്ലാം ഉണ്ടെങ്കിലും അവരെ തൊട്ടൊക്കെ ആ ദിവസം അല്ലാഹു ശിക്ഷ ലഘൂകരിക്കുന്നതാണ്. ഖഫഫൽ അദാബ അൻ അഹ്ലിഹാ ദാലിക്കൽ യൗം, അന്നത്തെ ദിവസം അവന്റെ കുടുംബങ്ങൾ, ബന്ധുക്കൾ ആരൊക്കെ ആ മഖ്ബറയിലുണ്ടോ അവരുടെ ശിക്ഷയിൽ അല്ലാഹു ഇളവ് കൊടുക്കുന്നതാണ്. അന്നത്തെ ദിവസം അവന്റെ കുടുംബക്കാരല്ല ശിക്ഷിക്കൂല. മാത്രമല്ല വകാന ലഹു ബിഅദദി മൻ ഫീഹാ ഹസനാത്ത്, ആ മഖ്ബറയിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ മറവ് ചെയ്ത മഖ്ബറകൾ ഉണ്ടാകുമല്ലോ. എത്ര ആളുകളെയാണ് ആ മഖ്ബറയിൽ മറവ് ചെയ്യപ്പെട്ടതെങ്കിൽ അവരുടെയൊക്കെ എണ്ണമനുസരിച്ച് കൊണ്ട് ഈ മനുഷ്യന് നന്മ അല്ലാഹു കൊടുക്കും. ആർക്ക്? ആ മഖ്ബറയിൽ വെച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഓതിയ വ്യക്തിക്ക് ആ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ചുകൊണ്ട് അവനല്ല ഹസനാത്ത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂറത്ത് യാസീൻ ഓതുക. മരണമാസന്നമായ മരിച്ച ജനാസയുടെ അടുക്കൽ വെച്ച് നമ്മൾ യാസീൻ ഓതുക. മറവ് ചെയ്ത് മഖ്ബറയിൽ കഴിയുന്ന, ഖബറുകളിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യാസീൻ ഓതുക. എന്നിട്ട് അവർക്ക് ഹദിയ ചെയ്തുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. ഇത്രയും വലിയ മഹത്വം കിട്ടുന്ന ഒരധ്യായമാണ് സൂറത്ത് യാസീൻ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമുക്ക് സൂറത്ത് യാസീൻ ഒന്നും തെറ്റില്ലാതെ പാരായണം ചെയ്യണം അല്ലേ. ഈ ഓരോ വിശ്വാസിയും നമ്മുടെ മക്കളൊക്കെ സൂറത്ത് യാസീൻ പഠിക്കുന്നവരും അറിയേണ്ടവരുമായിരിക്കണം. നമ്മുടെ മക്കൾക്ക് തെറ്റുകൂടാതെ സൂറത്ത് യാസീൻ നമ്മൾ പഠിപ്പിക്കണം. നമ്മളത് പഠിക്കണം സഹോദരങ്ങൾ. ഇന്ന് അതിനുള്ള സംവിധാനങ്ങൾ ധാരാളമാണ് അല്ലേ. അതുകൊണ്ട് മറ്റേത് സൂറത്ത് നമ്മൾ പഠിച്ചില്ല എങ്കിലും സൂറത്ത് യാസീൻ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. അത് ഖുർആനിൻ്റെ ഹൃദയമാണ്. അത് നമ്മുടെ ജീവിതത്തിലും മരണസമയത്തും മരണത്തിന് ശേഷം ഒക്കെയും നമുക്ക് ഉപകാരം കിട്ടുന്ന സൂറത്താണ്. അള്ളാഹു ആ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും വിജയത്തിലാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോയിൽ സൂറത്ത് യാസീൻ ഓതുകയാണ്. പറ്റുന്നവരൊക്കെ കൂടെ പാരായണം ചെയ്യുക. പാരായണം ചെയ്ത ശേഷം ഇൻഷാ അല്ലാഹ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഹദിയ ചെയ്തുകൊണ്ട് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നല്ല മനസ്സോടുകൂടെ നിങ്ങൾ ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ എന്തുണ്ടോ അതൊക്കെ നിറവേറണം അല്ലേ. ആ ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിലുപരി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നിങ്ങളെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു സൂറത്ത് യാസീൻ ഓതിയിട്ട് ഹദിയ ചെയ്ത് നമുക്ക് ലാസ്റ്റ് ദുആ ചെയ്യണം. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم.
إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض
مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا ونطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر
الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അള്ളാഹു നാം ചൊല്ലിയത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ സൂറത്ത് യാസീനെ പഠിക്കാനും പാരായണം ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷേ നമ്മൾ ദുആ ചെയ്യാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഈ വീഡിയോ കേൾക്കുന്നവർ ആരൊക്കെയുണ്ടോ, ഇത് കേൾക്കുന്നവർ, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും റൂഹിലേക്ക് നാം ചൊല്ലിയതിൻ്റെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. أوصل اللهم ثواب ما قرأنا وما صلينا وسلمنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة يا رب العالمين. اللهم وإلى أرواح آبائه وإخوانه وأزواجه وأهل بيته وعترته وأولاده يا رب العالمين. وإلى أرواح ملائكة الله المقربين جبريل وميكائيل وإسرافيل وعزرائيل وسائر ملائكتك الكرام. وإلى حضرة خضر عليه السلام. وإلى حضرات رجال الغيب يا رب العالمين. وإلى أرواح أصحاب البدريين والأحديين والحنينيين وسائر الصحابة والصحابيات كلهم يا رب العالمين. وإلى حضرة قطب الأقطاب غوث العظم الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. وإلى حضرة سلطان العارفين الشيخ أحمد الكبير الرفاعي قدس الله سره العزيز. وإلى حضرة سلطان الهند غريب نواس عطاء الرسول خواجة معين الدين الجشتي الأجميري قدس الله سره العزيز. وإلى حضرة قطب الزمان مولى الدبيلة السيد العلوي المنفرمي قدس الله سره العزيز. وإلى حضرة قطب العالم محمد أبي بكر المدبور قدس الله سره العزيز. اللهم وإلى حضرات أقطاب بلور مشايخ يا رب العالمين. وإلى أرواح مشايخنا ومشايخ مشايخنا وأساتذنا وأساتذ أساتذنا وأهل الخير كلهم يا رب العالمين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم. اللهم أفض علينا من فيوضاتهم يا رب العالمين. وإلى أرواح من ماتوا منا من آبائنا وأمهاتنا وجدنا وجد
وجداتنا وعمنا وعماتنا وإخوتنا وأخواتنا وسائر أقربائنا الموتى ومن دفنوا حول مساجدنا يا رب العالمين سيما من نويناهم وقصدناهم يا رب العالمين അർഹമർറാഹിമായ അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതും ഓതിയതും നീ കബൂലാക്കണം റഹ്മാനേ. നിന്റെ പരിശുദ്ധ ഖുർആനു ശരീഫിലെ മഹത്തായ സൂറത്ത് യാസീൻ ഓതിയത് നീ സ്വീകരിക്കണേ അല്ലാ. ആ യാസീൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെല്ലാ പാപങ്ങളും നീ പുറത്തു തരണം റഹ്മാനേ. സൂറത്ത് യാസീനെ സ്നേഹിക്കാനും ഒരുപാട് തവണ പാരായണം ചെയ്യാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. പഠിച്ചവനെ, സൂറത്ത് യാസീൻ ഓതുന്നവർക്ക് എന്തൊക്കെ ഖൈറാത്തുണ്ടോ ബറക്കത്തുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളെ സകല പാപങ്ങളും അത് കാരണം നീ പുറത്തു തരണം റഹ്മാനേ. അല്ലാഹുവേ, വിവിധ ഉദ്ദേശങ്ങളുള്ളവരുണ്ട് റബ്ബേ. സൂറത്ത് യാസീൻ്റെ ബറക്കത്ത് കൊണ്ട് അവരെ മുറാദുകളൊക്കെ നീ ഹസ്സുലാക്കണേ അല്ലാ. എന്തൊക്കെ ആഗ്രഹങ്ങൾ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം സൂറത്ത് യാസീൻ്റെ ബറക്കത്ത് കൊണ്ട് ഖൈറിലും റാഹത്തിലുമാക്കണം റഹ്മാനേ. രോഗമുള്ളവർ ശിഫ നൽകണേ അല്ലാ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, കൃഷികളിൽ, വീടുകളിൽ, മക്കളിൽ, ഭാര്യമാരിൽ നീ ഖൈറും ബറക്കത്തും ചെയ്യണേ അല്ലാ. ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും ചെയ്യണം റഹ്മാനേ. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞൊരുപാട് ആളുകളുണ്ട്. അവരൊക്കെ മുറാദുകൾ നീ ഹസ്സുലാക്കണേ അല്ലാ. പലരും ഞങ്ങളെ കുടുംബങ്ങളിൽ, ബന്ധങ്ങളിൽ, പരിചയങ്ങളിൽ രോഗമുള്ളവരാണ്. ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ അടക്കമുള്ള രോഗമുള്ളവരുണ്ട്. ശിഫ നൽകണേ അല്ലാ. മാറാത്ത രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഈ വീഡിയോ കേൾക്കുന്നവർ ആരൊക്കെ ഉണ്ടോ, ആരൊക്കെ കേട്ടുകൊണ്ട് യാസീൻ ഓതുന്നോ അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവരെ മുറാദുകളൊക്കെ ഹസ്സിലാക്കണേ അല്ലാ. അവരെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരൊക്കെയുണ്ടോ, ഞങ്ങൾ ഉമ്മമാർ, ഉപ്പമാർ, വലിയമ്മമാർ, വലിയപ്പമാർ, എളാപ്പമാർ, മൂത്താപ്പമാർ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, ഞങ്ങളെ നാട്ടുകാർ റബ്ബേ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, ഞങ്ങളെ സഹായങ്ങൾ നൽകിയവർ, ഞങ്ങളുമായി പരിചയമുള്ളവർ, ഞങ്ങളെ ഇഷ്ടം വെച്ചവർ, പല ആളുകളും മരിച്ചുപോയി. അവരെല്ലാവരും റൂഹിലേക്കും ഈ ചൊല്ലിയതിൻ്റെ സവാബ് നീ നൽകണേ അല്ലാ. യാസീൻ്റെ ബറക്കത്ത് കൊണ്ടവരെ ഖബറിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇത് കണ്ട് കേട്ടുകൊണ്ട് ആരൊക്കെ ഓതുന്നവരുണ്ടോ, അവരെ കുടുംബങ്ങളിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവരൊക്കെയും റൂഹിലേക്ക് നിന്റെ സവാബ് നീ നൽകു റഹ്മാനേ. മുത്തുനബിയുടെ ഉമ്മത്തീങ്ങൾ എവിടൊക്കെ മറവിട്ട് കിടക്കുന്നുണ്ടോ അവരൊക്കെ റൂഹിലേക്ക് നിന്റെ സവാബ് നീ നൽകണേ അല്ലാ. ഇത് കാരണം അവർക്ക് സന്തോഷം നൽകണേ അല്ലാ. ഖുർആൻ്റെ വെളിച്ചം കൊണ്ടവരെ ഖബറിൽ നീ വെളിച്ചം നൽകണേ അല്ലോ. ഖുർആൻ്റെ ബറക്കത്ത് കൊണ്ടവരെ ഖബറിൽ ബറക്കത്ത് നൽകണേ അല്ലോ. ഖുർആൻ അവരുടെ ഖബറിൽ ഒരു കൂട്ടാക്കി എത്തിക്കണം റഹ്മാനേ. ഓരോ ഹർഫിൻ്റെയും 10 മടങ്ങ് ഹസനാത്തുകളായി അവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറുകളിൽ വല്ല വിഷമവും പ്രയാസവും ഉണ്ടെങ്കിൽ റബ്ബേ, ഞങ്ങൾ അവർക്ക് വേണ്ടി ഓതി ഹദിയ ചെയ്ത സൂറത്ത് യാസീൻ്റെ ബർക്കത്ത് കൊണ്ട് ആ പ്രയാസത്തിന് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. വല്ല ശിക്ഷകളും ഉണ്ടെങ്കിൽ ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ട് നീ അത് ഇല്ലാതെയാക്കണം റഹ്മാനേ. പടച്ചവനെ, ഖിയാമത്ത് നാളെ വരെ അവരെ ഖബറിൽ ഖുർആൻ ഒരു കൂട്ടാക്കി എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് തവണ ഇത് ഓതാനും ഞങ്ങളെ ഹൃദയങ്ങളിൽ അത് മനഃപ്പാടമാക്കി വെക്കാനും മരണസമയത്ത് ഞങ്ങളുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഓതുന്ന ഒരുപാട് മക്കളെ, ബന്ധങ്ങളെ, കൂട്ടുകാരെ ഞങ്ങൾക്ക് നൽകണേ അല്ലോ. പടച്ചവനെ, ആ സമയത്ത് ഖുർആൻ ഓതാൻ പറ്റുന്ന നല്ല ആളുകളെ ഞങ്ങളെ ജനാസൻ്റെ സമീപത്തേക്ക് നീ വരുത്തണേ അല്ലോ. ആ സൂറത്ത് യാസീൻ ഓതിയിട്ടതിൻ്റെ ഹർഫുകൾ കണക്കനുസരിച്ച് 10 വീതം, ഒരു ഹർഫിന് 10 വീതം മലക്കുകൾ, റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുമല്ലോ. ആ ഭാഗ്യം ഞങ്ങൾക്ക് നീ തരണേ അല്ലോ. ഞങ്ങളെ ജനാസൻ്റെ സമീപവും ഞങ്ങളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ഖബറിൽ വെക്കുമ്പോഴും മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം സൂറത്ത് യാസീൻ ഓതിയ കാരണം കൊണ്ട് നൽകണേ അല്ലാ.
അല്ലാ, അതോതാൻ പറ്റുന്ന സാഹചര്യം, അതിന് പറ്റുന്ന ആളുകളെ ഞങ്ങളെ സമീപത്ത് നീ എത്തിക്ക് റബ്ബേ. അല്ലാഹുവേ, ആഖിബത്ത് നന്നായി കൊണ്ട് മുസ്ലിമായി മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നാളെ സ്വർഗീയ ലോകത്തെ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ, അവിടുത്തെ കൈ പിടിക്കാനും മുസാഫഹത്ത് ചെയ്യാനും അവിടുന്ന് കൊടുക്കുന്ന വെള്ളം വാങ്ങി കുടിക്കാനും ഞങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെ നിൻ്റെ അർശിൻ്റെ തണലിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പടച്ചവനെ, ഇടിമിന്നും പ്രകാരം സിറാത്ത് പാലം വിട്ടുകിടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ചേർക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, ദർസ് പഠിക്കുന്ന സമയത്ത് റബ്ബേ ഭക്ഷണം തന്ന ഉമ്മമാർ, ഉപ്പമാർ, വെള്ളം തന്നവർ, വസ്ത്രം തന്നവരുണ്ട് റബ്ബേ. ജോലി ചെയ്ത നാടുകളിൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, സന്തോഷിപ്പിച്ചവർ, എല്ലാവരെയും സ്വർഗീയ ലോകത്ത് മുത്തുനബിൻ്റെ കൂടെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നിൻ്റെ അർശിൻ്റെ തണൽ ഞങ്ങൾക്കും അവർക്കും തരണേ അല്ലാഹ്. നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി നിന്നെ കാണാൻ ഞങ്ങൾക്കൊക്കെ വലിയ ഭാഗ്യം തരണം റഹ്മാനേ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا وتوفنا وأهلنا مسلمين وألحقنا بالصالحين. اللهم ارحمنا بالقرآن واجعله لنا إماما ونورا وهدى يا رب العالمين. وارزقنا تلاوة القرآن آناء الليل وأطراف النار يا رب العالمين. واجعله لنا مونسا لنا ورفيقا لنا في قبورنا يا رب العالمين، وسترا وحجابا عن النار يا رب العالمين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا وتوفنا وأهلنا مسلمين وألحقنا بالصالحين. واغفر لنا وارحمنا وارحم من يرحمنا وموتانا وارحم أمة محمد صلى الله عليه وسلم يا راحم المساكين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യുക. പരമാവധി വീഡിയോ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക. നാം കാരണമായി ഒരാൾ സൂറത്ത് യാസീൻ്റെ മഹത്വം മനസ്സിലാക്കുകയും അത് പാരായണം ചെയ്യുകയും ചെയ്താൽ അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഇത് ഷെയർ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാനും ദുആ ചെയ്യും. നിങ്ങളുടെ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.